US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചില നടപടികൾ നിലവിൽ ഇന്ത്യക്ക് തിരിച്ചടിയായിരിക്കുന്നെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കർശന നടപടികളെ തുടർന്ന് ഓഗസ്റ്റിൽ അമേരിക്ക വിദ്യാർത്ഥി വിസകൾ അനുവദിച്ചതിന്റെ 1/5 കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യക്കാണ് ഇതിൽ വൻ ഇടിവുണ്ടായിരിക്കുന്നത്. ചൈനയാണ് ഇന്ത്യയെ മറികടന്ന് മുൻനിരയിലുള്ള രാജ്യമായി മാറിയതെന്നും ഡേറ്റകൾ വ്യക്തമാക്കുന്നുണ്ട്. ചൈനയെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യയെ പിന്നിലാക്കാനുള്ള നീക്കങ്ങളും ഇതിന്റെ പിന്നിലുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. ഇന്റർനാഷണൽ ട്രേഡ് കമ്മീഷന്റെ കണക്കനുസരിച്ച് ഓഗസ്റ്റിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് 3,13,138 സ്റ്റുഡന്റ് വിസകൾ നൽകി. ഇത് US സർവകലാശാലകൾക്ക് ഏറ്റവും സാധാരണമായ ആരംഭ മാസമാണ്. 2024 അതേ മാസത്തെ അപേക്ഷിച്ച് 19.1% ഇടിവാണ് ഇത്. കഴിഞ്ഞ വർഷം അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ വിദേശ വിദ്യാർത്ഥികളുടെ ഒഴുക്ക് രേഖപ്പെടുത്തിയത് ഇന്ത്യയിലാണ് ഏറ്റവും വലിയ കുറവ് രേഖപ്പെടുത്തിയത്. മുൻ വർഷത്തേക്കാൾ 44.5% കുറവ് വിദ്യാർത്ഥി വിസകളാണ് ഇന്ത്യ നൽകിയത്. ചൈനീസ് വിദ്യാർത്ഥികൾക്കുള്ള വിസ വിതരണത്തിലും കുറവുണ്ടായെങ്കിലും അതേ നിരക്കിലല്ല. ഓഗസ്റ്റിൽ ചൈനയിലെ പ്രധാന ഭൂപ്രദേശങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് അമേരിക്ക 86,647 വിസകൾ നൽകി. ഇത് ഇന്ത്യക്കാർക്ക് നൽകിയതിന്റെ ഇരട്ടിയിലധികം വരും. സ്ഥിതിവിവര കണക്കുകൾ US ആസ്ഥാനമായുള്ള വിദ്യാർത്ഥികളുടെ മൊത്തത്തിലുള്ള എണ്ണത്തെ പ്രതിഫലിപ്പിക്കുന്നില്ല. അവരിൽ പലരും മുൻപ് നൽകിയ വിസകളിലാണ്. വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തിയതിനു ശേഷം കുടിയേറ്റം തടയുന്നതിനും ഇടതുപക്ഷത്തിന്റെ പ്രധാന ശക്തി കേന്ദ്രമായി അദ്ദേഹത്തിന്റെ ഭരണകൂടം കാണുന്ന സർവകലാശാലകളെ ദുർബലപ്പെടുത്തുന്നതിനും ട്രംപ് മുൻഗണന നൽകിയിട്ടുണ്ട്. ഏറ്റവും തിരക്കേറിയ മാസമായ ജൂണിൽ US എംബസികൾ അപേക്ഷകരുടെ സോഷ്യൽ മീഡിയ പരിശോധിക്കണമെന്നും ഉത്തരവിട്ടുകൊണ്ട് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ സ്റ്റുഡന്റ് വിസ പ്രോസസ്സിംഗ് താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. US വിദേശ നയ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പ്രവേശനം നിഷേധിക്കാൻ കഴിയുമെന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിനെതിരായ വിമർശനം കാരണം റൂബിയോ ആയിരക്കണക്കിന് സ്റ്റുഡന്റ് വിസകൾ റദ്ദാക്കിയിട്ടുമുണ്ട്. ഇന്ത്യക്കാരെ പ്രത്യേകിച്ച് ബാധിക്കുന്ന നിയമങ്ങളിൽ ട്രംപ് ഭരണകൂടം അപേക്ഷകർക്ക് അവരുടെ മാതൃരാജ്യങ്ങളിലെ US കോൺസുലേറ്റുകളുടെ അധികാര പരിധിക്ക് പുറത്തുള്ള വിസകൾക്ക് അപേക്ഷിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാക്കി. ധാരാളം കുടിശ്ശികകൾ ഉണ്ടെങ്കിൽ പോലും കോടിക്കണക്കിന് ആളുകളുള്ള ഇന്ത്യയെ ചൈനയ്ക്ക് സ്വാഭാവികമായ ഒരു പ്രതിലോമ ഭാരമായി കണ്ട ഇരു പാർട്ടികളുടെയും US നയരൂപകർത്താക്കൾ പതിറ്റാണ്ടുകളായി ഇന്ത്യയെ പിന്തുണച്ചിരുന്നതിനാൽ ട്രംപ് ഇന്ത്യക്ക് വിരുദ്ധമായ നിരവധി നടപടികൾ സ്വീകരിച്ചു. ഇന്ത്യൻ സാങ്കേതിക വിദഗ്ധർ കൂടുതലായി ഉപയോഗിക്കുന്ന H-1B വിസകൾക്ക് ട്രംപ് പുതിയ ഫീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇരു ശക്തികളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി ചൈനീസ് വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് ട്രംപ് പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു. USന്റെ സാങ്കേതിക പരിജ്ഞാനം ചൂഷണം ചെയ്യുന്നുവെന്ന് ആരോപിച്ച് ചൈനീസ് വിദ്യാർത്ഥികളുടെ വിസ ആക്രമണാത്മകമായി റദ്ദാക്കുമെന്ന് റൂബിയോ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. നിരവധി മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥി വിസകളിൽ കുത്തനെ ഇടിവ് സംഭവിച്ചതായും ഇറാനിൽ നിന്നുള്ള പ്രവേശനം 86% കുറഞ്ഞതായും ഏറ്റവും പുതിയ കണക്കുകൾ കാണിക്കുന്നുണ്ട്. അതേസമയം ഇന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. US സ്വീകരിക്കുന്ന നടപടികളിൽ ഇന്ത്യ ഭയപ്പെടില്ലെന്നും പൗരന്മാർക്ക് ആവശ്യമായത് സ്വന്തം രാജ്യത്ത് തന്നെ പടുത്തുയർത്തുമെന്നുമാണ് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.